ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ടാപ്പുകളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് പാടാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ ആ ഒരു ടാപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ ആ എഡ്ജ് വന്നിട്ടുള്ള ഭാഗം ഇതേപോലെ ഒരു ലൈനായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനും പറ്റും. ഇപ്പം ഇതാ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നഖം വെച്ചിട്ടൊന്ന് അടർത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റും. ഇൻസുലേഷൻ ടാപ്പൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ഇത് നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലെ ആവും. അപ്പോൾ ഇതിലൊത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ അഴുക്കുകൾ. അപ്പോൾ ഇത് ഒരു ബാഡ് സ്മെല്ലും വരും. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. സ്റ്റവ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ആ ഒരു സ്ക്രബ്ബർ ഇതേപോലെ പപ്പടക്കോലിലൊന്ന് കുത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളെല്ലാം ആ ഒരു സ്ക്രബ്ബറിലുള്ളത് കൊണ്ടാണ് ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബാഡ് സ്മെല്ല് പോകാനും ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഒരു വീക്കിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ്ബർ എപ്പോഴും അണുവിമുക്തമാകും. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ എല്ലാ വശവും തിരിച്ചും മറിച്ചും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ചാടിയിട്ടുണ്ട്. വീണ്ടും ഞാനിത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞു അഴുക്കുകളൊക്കെ കുറേശ്ശെയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഇതുപോലെ ഒന്ന് ചൂടാക്കി തട്ടി കൊടുക്കുകയാണെങ്കിൽ സ്ക്രബ്ബറിനുണ്ടാവുന്ന ബാഡ് സ്മെല്ലോ അതല്ലെങ്കിൽ ആ ഒരു സ്ക്രബ്ബറിൽ അഴുക്കും കൂടി പാത്രം കഴുകുന്ന സമയത്ത് പാത്രത്തിലേക്ക് പറ്റി നമ്മുടെ വയറ്റിനുള്ളിൽ എത്തുകയും ചെയ്യില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്ലീനിങ് ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഒരു ദിവസം തന്നെ ഒത്തിരി തവണ ക്ലീൻ ആക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചൺ സിങ്ക്. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സിങ്കിൻ്റെ കളറൊക്കെ മങ്ങി തുരുമ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ തുരുമ്പ് പിടിച്ചത് ആയിട്ടുള്ള സിങ്കുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു കറയൊക്കെ കളഞ്ഞ് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയുപ്പും 1 ടേബിൾ സ്പൂണോളം പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗ്രാമ്പൂവിൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ ആ ഒരു കളറ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 ഡ്രോപ്പ് ഉജാല കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡും ഉജാലയും പേസ്റ്റും ഒക്കെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്കൊരു കുഴഞ്ഞ രൂപത്തിലാണ് കേട്ടോ കിട്ടുക. എന്നിട്ട് കളറ് മങ്ങിയിട്ടുള്ള സിങ്ക് അതുപോലെ തന്നെ ബാത്റൂം ടൈലിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സിങ്കിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കൈയിൻ്റെ ഉൾവശം വെച്ചിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗത്തുള്ള കറയൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിന് ഒത്തിരി പതയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് എത്ര കറ പിടിച്ചിട്ടുള്ള സിങ്ക് ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉപ്പ് കറയൊക്കെ നീങ്ങി കിട്ടും കേട്ടോ. അതുപോലെ തുരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ നീങ്ങാനായിട്ട് വളരെ എളുപ്പമാണ്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഞാനിതാ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ എനിക്ക് അവിടെ കറ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതേപോലെ തന്നെ സിങ്കിൻ്റെ എല്ലാ വശത്തും ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരക്കുന്ന സമയത്തായാലും പത നല്ലപോലെ കുറവാണ്. പതയുടെ ആവശ്യമില്ല. നമുക്ക് ആ ഉപയോഗിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, അതുപോലെ തന്നെ ഉജാല ആയിക്കോട്ടെ, എല്ലാം നല്ല ക്ലീനിങ് ഏജൻ്റാണ്. നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം ഞാൻ സിങ്ക് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സിങ്ക് നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും അഴുക്കില്ലാതെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള സിങ്ക് ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നിങ്ങൾ എത്ര കറ പിടിച്ചിട്ടുള്ള സിങ്ക് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ചെറിയ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട വിഭവമാണ് ഇടിച്ചക്ക എന്നുള്ളത്. എന്നാൽ പല ആളുകളും അത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ആ ഒരു നന്നാക്കി കഴിഞ്ഞാൽ കൈയും അതുപോലെ തന്നെ കത്തിയൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ, അത് വിചാരിച്ചിട്ട് മടിച്ചു പോവാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടും വളഞ്ഞൊന്നും കയ്യിലാവാതെ കൈ വേദനിക്കാതെ ഇടിച്ചക്ക തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വളഞ്ഞു വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഞെട്ടിയുടെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ആ ഒരു ഞെട്ടി വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് വരുന്ന വളഞ്ഞ് ഞാനൊരു ചകിരി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇത് കട്ട് ചെയ്യുന്ന സമയത്താണ്. പിന്നെ ആ ഒരു വളഞ്ഞ് നമ്മുടെ കയ്യിലും കത്തിയിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ച് സമയം നമുക്ക് പോവാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വളഞ്ഞിയുടെ ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ തോരൻ റെഡിയാക്കി ആനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. അത്യാവശ്യം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കട്ട് ചെയ്യുന്ന ഒരുപാട് സമയം നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ തിരക്കൊക്കെ പിടിച്ച ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ആ ഒരു ഇടിച്ചക്ക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഇടിച്ചക്ക 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് കട്ട് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓരോ പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ ഓരോ പീസിലും ഉണ്ടായിരുന്ന വളഞ്ഞെല്ലാം ചകിരിത്തൊണ്ട് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം എല്ലാ കഷ്ണങ്ങളും മുങ്ങുന്ന വിധത്തിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അതിന് മുമ്പ് ഞാനിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, നമുക്ക് അത് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഓരോ പീസും ഈ വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് എല്ലാ പീസും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നമുക്ക് തൊടാൻ പറ്റുന്നൊരു ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അത് നമുക്ക് കൈ പിടിക്കാനുള്ള പാകത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കൂനി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ തൊലി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇതേപോലെ കിട്ടും. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്യാൻ നല്ല പാടാണ്. എന്നാൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഓരോ പീസിൻ്റെയും ആ ഒരു കൂനിയും അതുപോലെ തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം ഞാനിത് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ചെയ്യേണ്ട ജോലി വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാനിത് ഇടിച്ചൊക്കെ വിട്ടതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിക്സിയിൽ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്തായാലും നമുക്കിത് കുക്കായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. റെസിപ്പിയൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകുന്നത് കട്ടിങ്ങിനാണ്. എന്നാൽ ഞാൻ ഇത് വളരെ പെട്ടെന്നാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുളകും മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് മൂന്നും മിക്സായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പല ആളുകൾക്കും ഇതേ രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് മാറ്റം വരുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. എന്നാൽ ഒട്ടും ടേസ്റ്റിന് വ്യത്യാസമില്ല. സാധാരണ നമ്മൾ ഇടിച്ചക്ക കുക്ക് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. മാത്രമല്ല സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ സമയത്തിൻ്റെ 1/4 ഭാഗം മതി ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.